നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് അവസാന ഘട്ട പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗം ഏതാണ്? പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗം ചക്കയാണ്. ചക്ക. അപ്പൊ പ്രാചീന തമിഴകത്തെ വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്ന 3 പ്രധാന അധികാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ എന്നിവരായിരുന്നു. പ്രാചീന തമിഴകത്തിൽ കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ചേരന്മാർ. പ്രാചീന തമിഴകത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സഹായിച്ചത് പഴന്തമിഴ് പാട്ടുകളാണ്. പഴന്തമിഴ് പാട്ടുകൾ. പ്രധാനപ്പെട്ട സംഘകാല കൃതികൾ ഏതൊക്കെയെന്ന് നോക്കാം. തൊൽക്കാപ്പിയം എന്നത് വ്യാകരണ ഗ്രന്ഥമാണ്. PSC ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. തൊൽക്കാപ്പിയം എന്നത് എന്താണ്? വ്യാകരണ ഗ്രന്ഥമാണ്. ചിലപ്പതികാരവും മണിമേഖലയും എന്താണ്? മഹാകാവ്യങ്ങളാണ്. ചിലപ്പതികാരവും മണിമേഖലയും എന്താണ്? മഹാകാവ്യങ്ങളാണ്. ഓക്കെ, ഇനി ഒരു 20 മുൻവർഷ ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അല്ലെങ്കിൽ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റിപ്പീറ്റിംഗ് ചോദ്യമാണ്. ചവറയിലാണ്. ചവറ. കുണ്ടറ സെറാമിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചവറ. അപ്പൊ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡും സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചവറയിലാണ്. ഇനി കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിലാണ്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി. മലബാർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത് വാളയാർ. മലബാർ സിമന്റ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാളയാർ. ട്രാവൻകൂർ സിമന്റ്സ് ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയത്താണ് ട്രാവൻകൂർ സിമന്റ്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാ? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത്. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകളുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസുകളിലാണ് എല്ലാ ബാച്ചും ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചസ് ഏതൊക്കെയാണെന്ന് പറയാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th മെയിൻസ്. ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10th മെയിൻസ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന കുറെ പോസ്റ്റുകളാണ് 10th മെയിൻസിലുള്ളത്. സെക്രട്ടേറിയറ്റ്, OA, സ്റ്റോർ കീപ്പർ, പിയൂൺ മുതലായ പോസ്റ്റുകൾ. പിന്നെ ഇനി വരാനിരിക്കുന്ന കമ്പനി, LGS, ബെവ്കോ, LD, VFA എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10th പ്രിലിംസിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ 10th പ്രിലിംസ് ഈ കഴിഞ്ഞ ഘട്ടങ്ങളുടെ എല്ലാത്തിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ എല്ലാ കോഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ മാത്രമല്ല ബാക്കി PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT ഓൾറെഡി ഉണ്ട്, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കോഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുൾ സിലബസ് കവറേജും, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സും, മന്ത്ലി കറണ്ട് അഫയേഴ്സും, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും, പുതിയ SCRT, പഴയ SCRT, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GKയും എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. എന്നോട് ഡയറക്ട്ലി നിങ്ങൾക്ക് ചോദിച്ച് ഓരോ ക്ലാസ്സും കണ്ടിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ബേസ് ലെവൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഓൾറെഡി PSC പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ആര് വേണമെങ്കിലും നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിച്ച മണ്ഡലം ഏത്? ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രാചീന കേരളത്തിൽ മാമാങ്കം കൊണ്ടാടിയിരുന്ന തിരുനാവായ ഇന്ന് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് തിരുനാവായ സ്ഥിതി ചെയ്യുന്നത്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയാണ്. റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കോട്ടയം ജില്ല. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗാന്ധിജി. ഇനി നിങ്ങളോടുള്ള ചോദ്യം, ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? താഴെ കമന്റ് ചെയ്യുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. ടി കെ മാധവൻ. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സി കൃഷ്ണനാണ് തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയത്. വില്ലുവണ്ടി സമരം നേതൃത്വം നൽകിയത് ആരാ? അയ്യങ്കാളി. കരിവള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? കെ ദേവയാനിയാണ് കരിവള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത്. തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കാർത്തിയായനി അമ്മ. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ടിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. ഖിലാഫത്ത് മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരാണ്? അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് മൂവ്മെന്റിന് നേതൃത്വം നൽകിയത്. നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജി. നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര് തന്നെയാണ്? ഗാന്ധിജിയാണ്. യങ് ബംഗാൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാ? ഹെൻറി വിവിയൻ ഡെറോസിയോ. അപ്പോൾ ഒരു ചോദ്യം ഒരുപാട് ഫാക്ട്സ്, 30-ലധികം ഫാക്ട്സ് ഒറ്റൊരു ചോദ്യത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ. ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറുകൾ ഏതൊക്കെയാണ്? 1079, അതായത് 1079, 1077, 1070. ഇത് മൂന്നും കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറുകളാണെന്ന് ഓർക്കുക. ഇനി ഒരു 20 മുൻവർഷ ചോദ്യം നോക്കിയാലോ. സംഘടനകളും സ്ഥാപകരും. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? രാജാറാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. യങ് ബംഗാൾ മൂവ്മെന്റിന്റെ സ്ഥാപകൻ ഹെൻറി വിവിയൻ ഡെറോസിയോ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഭൂലെ. പ്രാർത്ഥനാ സമാജം വർഷം 1867. ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി 1875 സ്ഥാപിച്ചത്. മാഡം ബ്ലാവിഡ് സ്കീം കേണൽ ഓൾക്കോട്ടും ചേർന്നിട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. വർഷം 1875. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രിയാണ് ദേവസമാജം സ്ഥാപിച്ചത്. വേദസമാജം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീധരലു നായിഡു. ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ. വർഷം 1973. ഭൂദാന പ്രസ്ഥാനം ആചാര്യ വിനോബ ഭാവെ. വർഷം 1951. സ്വാഭിമാന പ്രസ്ഥാനം എപ്പോഴും ചോദിക്കും. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇ വി രാമസ്വാമി നായ്ക്കർ. വർഷം 1926. ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. വർഷം 1897. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. വർഷം 1876. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. വർഷം 1875. ഇനി പ്രതിരോധ വകുപ്പ് ചുമതല വഹിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം എവിടെ? ശിവഗിരി ആശ്രമമാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം. ചട്ടമ്പി സ്വാമികളോ? പന്മന ആശ്രമം. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ സമാധി സ്ഥലം കൂനമ്മാവാണ്. കുമാരനാശനാണെങ്കിലോ? കുമാരകോടി. ഇനി പഴശ്ശിരാജ മരണപ്പെട്ട സ്ഥലം ഏതാ? മാവിലാന്തോടാണ്.
സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വർഷം 1984. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വർഷം 1985. 20-ൽ കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ഉത്തരം പറവൂരാണ്. പറവൂർ. ഇനി അംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങൾ, റോമൻ ഗ്ലാസുകൾ എന്നിവ ലഭിച്ചിട്ടുള്ള സ്ഥലമാണ് പട്ടണം. ഇപ്പൊ PSC ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ ആദ്യമായി മൾട്ടി ഡിസിപ്ലിനറി രീതിയിലുള്ള ഖനനം നടത്തിയ പ്രദേശം ഏത്? പട്ടണമാണ്. പട്ടണം ഉത്ഖനനത്തിലൂടെ ലഭിച്ചിട്ടുള്ള പ്രധാന പുരാവസ്തുക്കൾ ഏതൊക്കെ? മൺപാത്രങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, മനുഷ്യന്റെ അസ്ഥികൾ, ആദ്യകാല ചേര നാണയങ്ങൾ, ചെമ്പ്, ഇരുമ്പ്, കല്ല് എന്നിവ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ, മൺപാത്രങ്ങളൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പ്രാചീന തമിഴകത്തെ പ്രധാന തുറമുഖങ്ങളായിരുന്നു കാവേരി പട്ടണം, തൊണ്ടി, വാഗൈ മുതലായവ. പ്രാചീന തമിഴകത്തിന് റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും ഉണ്ടായിരുന്ന കച്ചവട ബന്ധത്തെ സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചിരുന്ന സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന പ്രദേശം. PSC മുൻവർഷം ഓപ്ഷനിൽ പട്ടണം എന്ന് തന്നെ തന്നിട്ടുണ്ട്, ഇപ്പോൾ പറവൂർ എന്നാണ് തന്നത്. ഓക്കെ, അപ്പോ മുൻവർഷ ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. പന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? തൈക്കാട് അയ്യയാണ് പന്തി ഭോജനം സംഘടിപ്പിച്ചത്. മിശ്ര ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം സംഘടിപ്പിച്ചത്. പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ഇനി 1924 എന്ന വർഷത്തിന്റെ പ്രത്യേകത PSC പരീക്ഷകളിൽ. ചോദ്യം, കേരള ചരിത്രത്തിലെ 99-ലെ വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം 1924. കൊല്ലവർഷമാണ് 1099, അതുകൊണ്ട് 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നു. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് സർവമത സമ്മേളനം നടന്ന വർഷം 1924. ചട്ടമ്പി സ്വാമികൾ പന്മനയിൽ അന്തരിച്ചത്, സമാധിയായത് ഏത് വർഷം? മഹാസമാധി 1924. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട് നിന്നും അൽ അമീൻ എന്ന പത്രം ആരംഭിച്ച വർഷം 1924. ഏത് വർഷമാണ് കുമാരനാശാൻ പല്ലനയാറ്റിൽ റെഡീമർ ബോട്ട് മറിഞ്ഞ് മുങ്ങി മരിച്ചത്? 1924. അയിത്തത്തിനെതിരായ ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമരമായ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത്? 1924. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ അന്തരിച്ച വർഷം 1924. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും സവർണ ജാഥ ആരംഭിച്ച വർഷം ഏത്? 1924. ഒരു മലയാളി ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം 1924. മലയാളിയുടെ പേരെന്താ? CK ലക്ഷ്മണൻ. ശുചീന്ദ്രത്ത് നിന്ന് ഡോക്ടർ ME നായിഡുവിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ ആരംഭിച്ച വർഷം ഏതാണ്? 1924. ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്റെ കഥ ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി അഥവാ കമല സുരയ്യയുടെ ആത്മകഥയാണ് എന്റെ കഥ. മഹാഭാരതത്തിലെ ഭീമന്റെ വികാര വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MTയുടെ കൃതി ഏത്? രണ്ടാം മൂഴം. കേരള തുളസീദാസൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികൾ. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെ കൃതി? ആനന്ദിന്റെ കൃതിയാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്ത്? മക്കാക്ക സിലനസ് എന്നതാണ്. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെ? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. ഈ സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാനുള്ള കാരണം എന്ത്? വെടിപ്ലാവുകളുടെ സാന്നിധ്യം. ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 1978. സൈലന്റ് വാലി ദേശീയോദ്യാനം നിലവിൽ വന്നത് 1984. ഇനി 3 ചോലകൾ, പാമ്പാടും ചോല, ആനമുടി ചോല, മതികെട്ടാൻ ചോല, ഈ 3 ചോലകളും
ദേശീയോദ്യാനങ്ങളാണ്. നിലവിൽ വന്ന വർഷം 2003. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? റോബർട്ട് റൈറ്റ് ആണ്. റോബർട്ട് റൈറ്റ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് താലൂക്കാണ്. മണ്ണാർക്കാട് താലൂക്ക്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വർഷം 1984. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വർഷം 1985. സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? കണ്ണൂർ ജില്ലയിലാണ് സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിൽ. അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്റെ ജീവിത കഥ ആരുടെ ആത്മകഥയാണ്? എ കെ ഗോപാലന്റെ ആത്മകഥയാണ് എന്റെ ജീവിത കഥ. എന്റെ കഥ ആരുടേതാണെന്ന് പറഞ്ഞു? മാധവിക്കുട്ടി അഥവാ കമലാ സുരയ്യയുടെ ആത്മകഥയാണ് എന്റെ കഥ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 100-ലധികം ഫാക്ട്സ് ഒറ്റ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ആയിട്ട് റിവിഷൻ അടിച്ചിട്ട് പോവുക. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്. വളരെ തുച്ഛമായ ഫീസിലാണ് എല്ലാ കോഴ്സുകളും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.